ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രകാശനും കല്യാണിയും അതുപോലെ തന്നെ കാർത്തികയും കൂടിയിട്ട് ലക്ഷ്മിയും കൂടിയിട്ട് പ്രദക്ഷിണം വെക്കണ സമയത്താണ് അവിടേക്ക് ഗംഗപ്രസാദും സ്റ്റെഫിയും കൂടി ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നത് കേട്ടോ. അവരിറങ്ങണത് തന്നെ കിരൺ കാണുന്നുണ്ട്. അപ്പൊ തന്നെ കിരൺ മനസ്സിലാവുന്നുണ്ട് ഗംഗപ്രസാദും സ്റ്റെഫിയും കൂടി വേഷം മാറി വന്നതാണ്. അവരുടെ പുറകെ തന്നെ കിരൺ ഇങ്ങനെ പമ്മി നിൽക്കാണ്. അങ്ങനെ കല്യാണിയും അതുപോലെ തന്നെ കാർത്തിക ലക്ഷ്മിയമ്മയും പ്രദക്ഷിണം വെക്കുമ്പോഴേക്കും പ്രകാശൻ അങ്ങോട്ട് മാറി നിൽക്കുമായിരിക്കും കേട്ടോ. ഈ ഗംഗപ്രസാദ് പറയുന്നുണ്ട്, സ്റ്റെഫി നീ ഒരു കാര്യം ചെയ്, നീ അപ്പറേ പോയി നിന്നോ, ഞാൻ ഒറ്റയ്ക്ക് മതി, നീ ഓടാൻ റെഡിയായിട്ട് പുറത്തു തന്നെ നിന്നോ, ഞാൻ ആരെങ്കിലും ഇന്ന് വെടിവെച്ച് വീഴ്ത്തിയിരിക്കും, അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് ഓടണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ ഈ സാരിയെ കൊടുത്തോണ്ട് നിനക്ക് ഓടാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ, നീ പുറത്ത് ഗേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ നിന്നോ, ഞാൻ അവിടെ നിന്ന് അവരെ ആരെങ്കിലും തീർത്തിട്ട് വരുമ്പോഴേക്കും നമുക്ക് എവിടെന്നെങ്കിലും രക്ഷപ്പെടാം എന്നൊക്കെ പറയാണ്. ശരിയുടെ സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ സ്റ്റെഫി പറയുമ്പോ, എടി ഞാനിതൊക്കെ എത്ര ചെയ്തിരിക്കുന്നു, നിനക്കെന്താ ഇപ്പൊ ടെൻഷൻ പോലെ അല്ല, വേറൊന്നുമല്ല, എന്തോ ഒരു മനസ്സിനൊരു ടെൻഷൻ പോലെ തോന്നുവാടാ. അങ്ങനൊന്നും ഇല്ലടി, ഒന്നും സംഭവിക്കില്ല, നീ പേടിക്കണ്ട എന്നൊക്കെ ഗംഗപ്രസാദ് പറയുന്നുണ്ട് കേട്ടോ. ശേഷം അവര് പ്രദക്ഷിണം വെക്കാൻ തൊട്ട് പിന്നാലെ തന്നെയാണ് ഗംഗപ്രസാദ് അവിടെ പമ്മി നിന്നിട്ട് അവരുടെ പുറകെ തന്നെ പോകുവാട്ടോ. പക്ഷെ ഇവരിതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. കിരൺ ഇതൊക്കെ തന്നെ അപ്പുറത്ത് നിന്ന് മാറി നിന്ന് ഇങ്ങനെ കാണുവാട്ടോ. ഓഹോ, ഇവൻ അപ്പോ അവ തന്നെയാണ് ഗംഗപ്രസാദ്, അവൻ വേഷം മാറി അയ്യപ്പസ്വാമിയുടെ വേഷത്തിൽ വന്നിരിക്കുകയാണ്. ദൈവം തന്നെ അവന് കൊടുത്ത ശിക്ഷയാണ്, അവനുള്ള ശിക്ഷ ഈ അമ്പലം നടയിൽ തന്നെ അവന് ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ ഇങ്ങനെ തനിയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കിരൺ ബൈജുവിനെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട്. എടാ ബൈജു, സ്റ്റെഫി പുറത്ത് നിൽക്കുന്നുണ്ട്, അവള് പോവാതെ നോക്കണം കേട്ടോ. എവിടെയാ 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 കിരണളിയാന്ന് ചോദിക്കുമ്പോഴേക്കും, എടാ ആ കറുപ്പ് വേഷത്തിൽ സാരി എടുത്ത് നിൽക്കുന്നത് അവളാണ്. ഓഹോ, അപ്പൊ വേഷം മാറി അവരുടെ വന്നല്ലേ, അതെ, ഇപ്പൊ നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, ഗംഗപ്രസന്നെ തളച്ച് കഴിയുമ്പോഴേക്കും ഇവള് ഓടി രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്, ആ സമയത്ത് വേണം നീ അവളെ പിടികൂടാനെന്ന് പറയാണ്. ശരി അളിയ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗംഗപ്രസാദ് വലം വെച്ച് രണ്ട് വലം വെച്ച് കഴിയുമ്പോഴേക്കും പതുക്കെ കയ്യിൽ ഒളിപ്പിച്ചിരിക്കുന്ന തോക്ക് കാർത്തികക്ക് നേരെയും ലക്ഷ്മിയമ്മക്ക് നേരെയും ആരെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി മാറി ഇങ്ങനെ നോക്കുവാട്ടോ. ആരെ, ലക്ഷ്മിയമ്മനെ കൊല്ലണോ കാർത്തികനെ കൊല്ലണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പെട്ടെന്ന് തന്നെ തോക്ക് ഇങ്ങനെ ചൂണ്ടി നിൽക്കുമ്പോഴേക്കും കിരൺ പുറകെ നിന്ന് വന്നിട്ട് ഗംഗപ്രസാദിന്റെ കയ്യിലുള്ള തോക്ക് തട്ടി തെറിപ്പിക്കുകയാണ്. അത് കാണുമ്പോഴേക്കും കല്യാണി അവർക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഗംഗപ്രസാദിനെ പിടികൂടുവാണ് കിരൺ. കിരൺ പറയണ്ട്, കല്യാണി അവൾ മുൻവശത്ത് അവളുണ്ട്, സ്റ്റെഫി ഉണ്ട്, അവളെ പോയി പിടിച്ചോന്ന് പറയാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി കല്യാണി കാർത്തികയൊക്കെ മുൻവശത്തേക്ക് ഓടുവാണ് മറ്റേ നമ്മുടെ സ്റ്റെഫിനെ പിടിക്കാനായിട്ട്. ഗംഗപ്രസാദ് കിരണിനെ തള്ളിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കിരണും അതിന്റെ പുറകെ തന്നെ പോകുവാട്ടോ. അതിനുശേഷമാണെങ്കിൽ സ്റ്റെഫിനെ നോക്കുമ്പോഴേക്കും സ്റ്റെഫിയാണ് മുമ്പിൽ നിൽക്കുമ്പോഴേക്കും കല്യാണി മുമ്പിലേക്ക് ഇങ്ങനെ വന്ന് സ്റ്റെഫിയുടെ മുമ്പിൽ നിൽക്കുവാട്ടോ. സ്റ്റെഫി ഒന്നും അറിയാത്ത പോലെ ഒരു സാധാരണ ഒരു വൃദ്ധ എന്ന രീതിയിൽ അവിടുന്ന് മറിഞ്ഞു പോകാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പെട്ടെന്ന് തന്നെ സ്റ്റെഫിയുടെ പിന്നാലെ കല്യാണി മുമ്പില് കാർത്തികയും അതുപോലെ തന്നെ സൈഡിൽ ലക്ഷ്മിയമ്മയും 3 പെണ്ണുങ്ങളും കൂടി ചേർന്നിട്ട് പെട്ടെന്ന് തന്നെ പിടിക്കാൻ നോക്കുമ്പോഴേക്കും സ്റ്റെഫി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ്. കുറച്ചു ദൂരം ഓടുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കല്യാണി ഇടങ്കാലിടാണ് സ്റ്റെഫി അവിടെ മറിഞ്ഞു വീഴുന്നുണ്ട്. ശേഷം അവളെ 2 കൈയിലും പിടിച്ച് കെട്ടിയിടാട്ടോ കല്യാണി. എന്നിട്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് വരുമ്പോ പറയണ്ട, അച്ഛാ എത്രയും പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിക്കാം, കിരണേട്ടൻ ഗംഗപ്രസാദിന്റെ പുറകയിൽ ഓടിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് പോലീസിന് വിവരം അറിയിക്കാൻ വേണ്ടി പറയാണ്. ശരി മോളെ എന്ന് പറയുന്നുണ്ട്. അവിടെ നിൽക്കണ്ടായ പോലീസുകാരോട് പ്രകാശൻ കാര്യം പറയുന്നുണ്ട്. ആ ഗംഗപ്രസാദ് ഉണ്ടല്ലോ, അവൻ വേഷം മാറി അയ്യപ്പസ്വാമിയുടെ വേഷത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് സാറേ, എത്രയും പെട്ടെന്ന് തന്നെ അവനെ പിടിക്കണം, അടുത്തുള്ള സ്റ്റേഷനിലേക്ക് ഒന്ന് വിവരം അറിയിക്കണം, കിരൺ മോൻ അവരുടെ പുറകിൽ ഓടിയിട്ടെന്ന് പറയുമ്പോഴേക്കും പോലീസുകാർ ശരി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയാണ്. അപ്പോഴേക്കും ഗംഗപ്രസാദ് ഒരുപാട് ദൂരം എത്തിയിട്ടുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ കിരണും ഓടുന്നുണ്ട്. ഗംഗപ്രസാദ് ഓടി ശരിക്കും മതിയായിട്ടോ. കുറെ നേരം ഓടി കഴിയുമ്പോഴേക്കും അയാൾ കുറച്ച് തളരുന്നുണ്ട്. പക്ഷെ കിരൺ തളരണില്ല. പെട്ടെന്ന് തന്നെയാണ് ഓടി ഒരൊറ്റ അടി വെച്ച് ചവിട്ട് വെച്ച് കൊടുക്കുകയാണ്. കിരൺ പുറകെ നിന്ന് വന്നിട്ട് അവൻ അങ്ങോട്ട് തിരിഞ്ഞ് വീഴുവാട്ടോ. എന്നിട്ടും ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോഴേക്കും വെപ്പതാടിയും മുടിയൊക്കെ പറഞ്ഞു പോകുകയാണ്. കിരൺ വേഗം തന്നെ വന്നിട്ട് കഴുത്തിനെ കയറി പിടിക്കുന്നതിനിട്ട് നീ എന്താടാ രക്ഷപ്പെടാന്ന് വിചാരിച്ചോ, നീ എന്താ വേഷം മാറി വന്ന ആരും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചോ, നീയെ ആദ്യം വേഷം മാറി വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാടാ, പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞല്ലോ, ഇനി നീ രക്ഷപ്പെടില്ലടാ, കാരണം എന്താ നീ ഇനി ജയിലിലേക്കല്ല പോകാൻ പോണത്, പരലോകത്തേക്കാണ്, ഇവിടെ മറ്റാരും ഇല്ലാത്തൊരു സ്ഥലമാണ്, അതൊരു കണക്കിന് നന്നായി, ഞാൻ നിന്നെ ഇവിടെ കൊന്ന് കുഴിച്ചിട്ടാലും ആരും കേസായിട്ട് വരാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഗംഗ പറയുന്നുണ്ട്, കിരണേ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം, ഇപ്പൊ തന്നെ ഞാൻ തമിഴ്നാട്ടിലേക്ക് പോയിക്കോളാം,
വിട് കിരണേ, പ്ലീസ് കിരണേ, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. ഇനി ഒരിക്കലും കാർത്തികക്കോ ലക്ഷ്മി അമ്മക്കോ ഒരു ഇതായിട്ട് ഭീഷണിയായിട്ട് ഞാൻ ഒരിക്കലും വരത്തില്ല. നിന്നെ വിടണോലേടാ, കല്യാണിയുടെ പാവം പിടിച്ച അമ്മേനെ കൊന്ന നിന്നെ വിടണോലെ? എത്ര കുടുംബങ്ങളാടാ നീ തകർത്തത്. നിന്നെ കുറിച്ച് ആലോചിച്ചിട്ടല്ലേടാ നിന്റെ അച്ഛൻ പോലും മരിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചിതാഭസ്മം പോലും നീ എറിഞ്ഞ് പൊട്ടിച്ചില്ലേടാ. അങ്ങനത്തെ ഒരു മകനെ ഇനി ജീവനോടെ വേണ്ട. നിന്നെ ചെന്നൈയിലേക്ക് വിടണോ അല്ലേ? വിടാം, ഇപ്പൊ വിടാം എന്ന് പറയാട്ട് നല്ല രീതിയിൽ അടിച്ച് പഞ്ചറാക്കുന്നുണ്ടോ കിരൺ. അതേസമയം സ്റ്റെഫി അവിടെ വീണെടുക്കുന്ന സ്റ്റെഫിയുടെ അടുത്തേക്ക് സ്റ്റെഫി പതുക്കി ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും കല്യാണിനെ കാണാണ്. രണ്ട് കൈയും ഗോപ്പി പ്ലീസ് ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോഴേക്കും കാർത്തിക ചേച്ചി, ലക്ഷ്മിയമ്മേ, ഇവിടെ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തോ. കാരണം ഗംഗപ്രസാദിനെ പുറത്തു വന്നപ്പോ എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഇവളാണ്. അതുകൊണ്ട് തന്നെ ഇവളെ വെറുതെ വെച്ചേക്കേണ്ട കാര്യം നമുക്കില്ല. ഗംഗപ്രസാദിന് ജീവിക്കാൻ ഒരു അർഹതയില്ല, അതുപോലെ തന്നെയാണ് ഇവൾക്കും ജീവിക്കാൻ ഒരു അർഹതയില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് പിന്നെ ജീവൻ ഉണ്ടെങ്കിൽ ഇവളെ പോലീസിൽ ഏൽപ്പിക്കാം, ജീവൻ ഇല്ലെങ്കിൽ അവളെ ഇവിടെ പുറത്ത് കിടന്ന് മരിക്കട്ടെ. പിന്നെ അമ്പലമാണിത്, അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് ഇവളൊന്നും ചെയ്യേണ്ട. അമ്പലത്തിന് പുറത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അമ്പലത്തിന് പുറത്തേക്ക് വലിച്ചടച്ച് കൊണ്ടുപോവാണ്. ശേഷം നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ടോ സ്റ്റെഫി. ശരിക്കും മരിക്കാനായ അവസ്ഥയിലാകുമ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, കല്യാണി ഇനി അടിച്ച അവള് മരിക്കും, മരിക്കണമെങ്കിൽ മരിക്കട്ടെ ചേച്ചി, ആരും മരിക്കണ്ട, നല്ല രീതിയിൽ തന്നെ ജീവിക്കട്ടെ, നന്നായിട്ട് ജീവിച്ചാൽ നല്ലത് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടില്ലേ നമ്മൾ ഇത്രയും നാള് ജീവിച്ചത്. എന്നിട്ട് ഇതുവരെ ആർക്കും ഒരു ദോഷവും ചെയ്യാത്ത എന്റെ പാവം അമ്മയാണ് മരിച്ചത്. അത് മാത്രല്ല, ഇവൻ കാരണം എത്രമാത്രം ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായി. ഇവള് കാരണമാണ് എന്റെ അച്ഛന്റെ ശരീരത്തിൽ കുത്തേറ്റത്. അച്ഛനെ കണ്ടില്ലേ, ഇപ്പോഴും അച്ഛന് ഒട്ടും വയ്യ. ഇപ്പൊ എന്റെ അമ്മ പോയി, ഇനി എന്റെ അച്ഛൻ പോകാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അത്ര പേടിയുണ്ട്. എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാണെന്ന് പറഞ്ഞിട്ട് ശരിക്കും സ്റ്റെഫിനെ നന്നായിട്ട് പെരുമാറി അവിടെ മൂലക്ക് ചവിട്ടിക്കൂട്ടി ചത്ത് ശവം പോലെ അങ്ങോട്ട് ഇടുകയാണ്. അതേസമയം ഗംഗപ്രസാദിനും അതേ അവസ്ഥയിൽ തന്നെ കിരൺ ഇടുവാട്ടോ. കിരൺ അവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്, കാട്ടിലാട്ടോ നിൽക്കണത്. ആ സമയത്ത് ആ മരത്തിന് വലിയൊരു വള്ളിയെടുത്ത് ഗംഗപ്രസാദിന്റെ കഴുത്തിലും കയ്യിലൊക്കെ ഇങ്ങനെ ചുറ്റിടുന്നുണ്ട്. ശേഷം അവരോട് ഓരോന്നിനായിട്ട് കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കിരണ്. പക്ഷെ അപ്പോഴേക്കും കിരണിനെ ഗംഗപ്രസാദ് അന്വേഷിച്ച് പോലീസുകാരുടെ വരുന്നുണ്ട്. പക്ഷെ പോലീസുകാർ പറയണ്ട്, ഇവന് എന്തായാലും ഇനിയിപ്പോ ജയിലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. വേറൊന്നുമല്ല, കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവനെ ചെന്നൈ ജയിലിലേക്ക് മാറ്റും. ഇവൻ പിന്നെയും ജയിലിൽ ചാടും. അല്ലെങ്കിൽ ജയിലിലുള്ള ആൾക്കാർക്ക് ഇവനെ പേടിയാണല്ലോ. ഇവൻ എങ്ങനെയെങ്കിലൊക്കെ പുറത്തിറങ്ങും. മറ്റുള്ളവർക്ക് ഭീഷണിയായിട്ട് ഇവൻ ഇനിയും ജീവിക്കും. അതുകൊണ്ട് കിരൺ സാറേ, ഇനി അവൻ ജീവിക്കേണ്ട എന്ന് പറഞ്ഞു. ഇവന്റെ ഒരു കൂട്ടാളി ഉണ്ടല്ലോ, അവള് ചത്തോ എന്ന് എസ് ഐ ചോദിക്കുമ്പോഴേക്കും കിരൺ പറയണ്ട്, അറിയില്ല, പെണ്ണുങ്ങളെല്ലാരും തന്നെ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. നിന്റെ തരുണിമേനെ കുറിച്ചാണ് പറയണത്. നിന്നെപ്പോ തന്നെ ഒരു ഫ്രോഡല്ല അവള്. എന്തായാലും അവളുടെ അവസാന ദിവസം ഇന്നാണെന്ന് പറഞ്ഞിട്ട് കിരൺ, അതായത് നമ്മുടെ ഗംഗപ്രസാദിനെ കൊല്ലാൻ പോകുന്ന ആ ഒരു ഭാഗത്തോടെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും തീരുന്നത് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ്. കാരണം അറിയാലോ, നല്ലൊരു എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഡിലേ ആണ്. അപ്പൊ ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് നോക്കാം എന്താകുമെന്ന്. അഥവാ നേരത്തെ തന്നെ വരുമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കുറച്ച് താമസിച്ചാലും രാവിലെ തന്നെ വരുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അഥവാ താമസിച്ചു വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.